രണ്ടാമത് ഈ അനിൽ അംബാനി പറയുന്നൊരു ഈ ഇമെയിലിൻ്റെ അകത്ത് പറയുന്നൊരു സംഭവമുണ്ട്, സ്വീഡിഷ് ബ്ലോണ്ട് ഗേൾ. അതായത് സ്വീഡിഷ് ആയിരിക്കണം. ബ്ലോണ്ട് നിങ്ങൾക്കറിയാം, എന്താ കാരണം മുടിയൊക്കെ ഈ കറുപ്പോ ഏതാണ്ട് ആ രീതിയിലാണ്, വളരെ നീളമുള്ള പെൺകുട്ടിയായിരിക്കണം. ഇത് ആർക്ക് വേണ്ടിയാ പറയുന്നത്? ഇതൊരു ചോദ്യം, ആർക്ക് വേണ്ടിയാണ്? അതാണ് ഞാൻ ഈ പറയുന്നത്. പലയിടത്തും ഡോട്ട് ലൈനാണ്. അതായത് പാർഷ്യലായിട്ട് മാത്രമേ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകൾ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ചില അമേരിക്കയിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചാലും ജേർണലിസ്റ്റുകളായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇത് പാർഷ്യലായിട്ട് മാത്രമേ, ഇനി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ബാക്കി സാധനങ്ങളും വരും. അതായത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട പലതും കൈവച്ചിരിക്കുന്നത്. കാരണം പുള്ളിയുടെ കൺട്രോളിലാണ്. ഇത് കംപ്ലീറ്റ് റിലീസ് ചെയ്യാൻ പറയുമ്പോഴും പാർഷ്യലായിട്ട് ഓരോ കാര്യങ്ങൾ വരുന്നുള്ളൂ. ഇപ്പോൾ ഹർദീപ് സിംഗ് പുരിയുടെ കാര്യമാണെങ്കിലും, ഹർദീപ് സിംഗ് പുരിയുടെ ക്രിമിനൽ, അതായത് കൊച്ചു പെൺകുട്ടികൾ പ്രായം 15, 16 അല്ലെങ്കിൽ 12, 13 ഈ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഡോട്ട് ലൈനാണ്. അതേപോലെ അനിൽ അംബാനി ആർക്കാണ്, എന്തിനാണ്, എപ്പോഴാണ് ഈ പെൺകുട്ടികളെ, സ്വീഡിഷ് ബ്ലോണ്ടായിട്ടുള്ള പെൺകുട്ടികളെ ആവശ്യപ്പെടുന്നു, അതും ഡോട്ട് ലൈനാണ്. കാരണം ഇതൊന്നും പൂർണ്ണമായിട്ട് പുറത്ത് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ പുറത്ത് വരും. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ഈ ഉദ്ദേശിച്ച തലത്തിൽ നിന്നും നമ്മൾ എന്താണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്നും കൃത്യമായിട്ട് വ്യതിചലിച്ച് ഭയാനകമായ രീതിയിലോട്ടാണ് പോകുന്നത് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ.